മെഡിക്കേഷൻ അത്ര ഒരു വെറുക്കപ്പെടേണ്ട കാര്യമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എല്ലാ രോഗങ്ങൾക്കും മെഡിസിൻ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഗൗരവമുള്ള രോഗങ്ങൾക്ക് മാഡം പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ നമ്മളിൽ ആശങ്ക വരുന്ന സന്ദർഭത്തിൽ ചില ഗൗരവമുള്ള പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മരുന്ന് നിർബന്ധമായി വരും. ഒരാൾ തീരുമാനിച്ചു എനിക്ക് ആത്മഹത്യ ചെയ്യണം, പ്രത്യേകിച്ച് കാരണം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അയാളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അയാളെ പറഞ്ഞു മനസ്സിലാക്കി ശരിയാക്കാവുന്ന തരത്തിലുള്ളതാണെങ്കിൽ ആ വഴിക്ക് പോകാം. പക്ഷെ എപ്പോഴും അതങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി അയാൾ ശരിയാകും എന്ന് ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത് അയാളുടെ ജീവിതത്തിനായിരിക്കും. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു ബി എഡ് കഴിഞ്ഞ കുട്ടി, വളരെ സ്മാർട്ടായിട്ട് അതുവരെ പഠിച്ചൊരു കുട്ടി, അകാരണമായി യാതൊരു പ്രശ്നങ്ങളുമില്ല, പ്രതിസന്ധികളില്ല, അവൾക്ക് ഡിപ്രഷൻ വന്നു. ഒരു രോഗമാണ് ഡിപ്രഷൻ എന്നുള്ള രോഗമാകും. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളില്ലാതെ തന്നെ ഡിപ്രഷൻ വരാം. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ വീണ്ടും അവൾക്ക് ഡിപ്രഷൻ വന്നു. അവൾ മരിക്കണമെന്ന് തീരുമാനിച്ചു. വീട്ടുകാരാകെ വിഷമിച്ചു. നല്ലൊരു ഫാമിലിയാണ്, ഹൈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഫാമിലി, വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലി. അപ്പോൾ അവർ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവളിങ്ങനെ കഷ്ടപ്പെട്ട് കുറേ കാലം കഴിഞ്ഞ് ഒരു മാരക രോഗിയായി വീട്ടിലിങ്ങനെ ആർക്കും വേണ്ടാത്തവളായി ഇവൾ ജീവിക്കുക, അതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് അവൾക്ക് മരിച്ചുകൂടാ, അത് നമുക്കത് സമ്മതിച്ചാൽ പോരെ എന്ന് വരെ ആ ഫാമിലി തീരുമാനിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടത് പാരൻസ് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രാൻഡ് മദറിനോട് ചോദിച്ചു, അല്ല നിങ്ങളും ഈ തീരുമാനത്തോട് തന്നെയാണോ? സാറേ, ഞങ്ങളൊക്കെ കാലം കഴിഞ്ഞ് അവളിങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവൾക്കതാണ് തീരുമാനമെങ്കിൽ അങ്ങനെ ആയിക്കൂടെ എന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല. ഇതിനൊരു തീരുമാനം സയൻസിലുണ്ട്. നമ്മൾ ECT പോകണം, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അതാണ് ഇതിലുള്ള ചികിത്സ. അവരാദ്യം ഒന്ന് വിസമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം ഈ കുട്ടിക്ക് അത് ചെയ്യണം, കാരണം ആത്മഹത്യ ചെയ്യണം എന്ന വക്കിൽ നിൽക്കുന്ന പെൺകുട്ടി, അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി, നമ്മൾ ചെയ്യാം. അവർ പറഞ്ഞു മാറുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ മാറുന്നു. അതിന് ആ പെൺകുട്ടിയുടെ 4 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം ആളാകെ മാറി. ഞാൻ പിന്നെ ഒന്നും കൂടെ കൊടുത്തു, നിർത്തി. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷങ്ങളായി. ഒരു 3-4 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു, ഡോക്ടർ ഞാൻ ഗൾഫിലേക്ക് പോവാണ്. ഇതിപ്പം 3 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഞാനും അവിടെ പോയി ജോലി ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ കുഞ്ഞിനെ, കല്യാണം കഴിഞ്ഞു നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന അവളുടെ കുഞ്ഞിനെ എൻ്റെ ടേബിളിൻ്റെ മുന്നിൽ വെച്ച്, സാറേ ഈ കുഞ്ഞ് നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രിജുഡിസ്, മുൻവിധി, നേരത്തെ സാറ് പറഞ്ഞല്ലോ, അതിൻ്റെ പേരിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടു പോകുന്നത് കുറേ ജീവനുകളും സന്തോഷങ്ങളും നിർവൃതികളുമായിരിക്കും. അപ്പോൾ ചില തീരുമാനങ്ങൾ നമുക്ക് മറ്റൊരു അഭിപ്രായം എടുക്കാം. ഒരാൾ പറഞ്ഞത് തന്നെ നമ്മൾ എടുത്തോളണമെന്നില്ല. മരുന്ന് കഴിക്കണം എന്ന് പറയുമ്പം ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉള്ളൊരു സമയം നമുക്ക് വേറെ ഡോക്ടറോട് ചോദിക്കാം, കൗൺസിലറോട് ചോദിക്കാം, തെറാപ്പിസ്റ്റിനോട് ചോദിക്കാം, സൈക്കോളജിസ്റ്റിനോട് ചോദിക്കാം. എന്നിട്ട് ഉചിതമായ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പ്രിജുഡിസ് നമ്മൾ വിട്ടത് മാറ്റി. പിന്നെ മോള് പറഞ്ഞത് ഇവിടെ നിന്നിട്ട് ഇനി ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം, അത് വളരെ തെറ്റാണ്. ഒരു 10% പേർക്ക് മാത്രമേ അത് വേണ്ടി വരുന്നുള്ളൂ. 90% പേരും മരുന്ന് നിർത്തും. അത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടൊന്നുമല്ല, അവർ സ്വയം നിർത്തും. അവർക്കറിയാം അവരുടെ മരുന്ന് നിർത്താനായി. പിന്നെ കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടായിരിക്കും, 10-15 വർഷം കഴിഞ്ഞിട്ടുമായിരിക്കും പറയുക, സാറേ 15 വർഷം മുമ്പ് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് പറയും. അവരോട് മരുന്ന് നിർത്താൻ പറയാൻ ആരും വേണമെന്നില്ല. അവർക്ക് തന്നെ അറിയാം ഇനി എനിക്ക് മരുന്ന് വേണ്ടാന്ന് തോന്നുമ്പം മിക്ക ആളുകളും മരുന്ന് നിർത്താറുണ്ട്. അപ്പം നമ്മളുടെ ആ പ്രിജുഡിസ് മാറ്റേണ്ട സമയമാണ് ഇത്. ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അത് നമുക്ക് എടുക്കാം. പക്ഷേ നമ്മൾ മരുന്നിനോടുള്ള ആ വിമുഖത മാറ്റിയെടുക്കാം.